ഹോട്ടലിൽ കയറി ബീഫ് ഫ്രൈയും കറിയുമൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഓർക്കുക, കിട്ടുന്നതിൽ കൂടുതലും പോത്തിന്റെ ചങ്കും കരളുമായിരിക്കും. സുനാമി എന്നാണ് ഇതിന്റെ വിപണിയിലെ വിളിപ്പേര്. ഹോട്ടലിൽ ഒരു ദിവസം 20 കിലോ ബീഫ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 5 കിലോയെ യഥാർത്ഥ ഇറച്ചി ഉണ്ടാകൂ. ബാക്കി 15 കിലോയും സുനാമി ആയിരിക്കും, അതും പഴകിയത്. സുനാമിയെക്കുറിച്ചുള്ള പരാതി വ്യാപകമായപ്പോഴാണ് കൊച്ചി കോർപ്പറേഷന്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇതിന്റെ ഉറവിടം അന്വേഷിച്ചത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മട്ടാഞ്ചേരി ഫെറിയിൽ നിന്ന് ഇന്ന് രാവിലെ ഒരു ലോറി നിറയെ പഴകിയ ഇറച്ചി പിടിച്ചെടുക്കുകയായിരുന്നു. ഒരാഴ്ചയിലേറെ പഴക്കമുള്ള 1000 കിലോയോളം ചങ്കും കരളുമാണ് ഇന്ന് പിടിച്ചെടുത്തത്. ഫോർട്ട് കൊച്ചി വൈറ്റില ഭാഗങ്ങളിലെ ഹോട്ടലുകളിൽ വിതരണം ചെയ്യാൻ എത്തിച്ചതായിരുന്നു ഇത്. കർണാടകയിലെ ഹൂബ്ലിയിൽ നിന്ന് ട്രെയിൻ വഴിയാണ് കൊച്ചിയിൽ എത്തിച്ചത്. ഇത് നമ്മൾ ഏത് ഹോട്ടലിൽ പോയി ബീഫ് വാങ്ങിയാൽ ലഭിക്കും കാണാൻ പറ്റാവുന്നത് പതരും ലിവറുമാണ് കൂടുതൽ ലഭിക്കുക. അത് ഈ ഇറച്ചിയാണ്. ഇത് വ്യാപകമായ രീതിയിൽ മുഴുവൻ ഹോട്ടലുകളിലും വിതരണം ചെയ്യുന്നുണ്ട്. കിലോയ്ക്ക് 35 രൂപയെ സുനാമിക്ക് വിലയുള്ളൂ. ഇത് വാങ്ങി ബീഫിൽ കലർത്തുന്നതോടെ ഹോട്ടലുകൾക്ക് കിട്ടുന്നത് കൊള്ള ലാഭം. സമൂസ, മീറ്റ് റോൾ, കബാബ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതും ഈ സുനാമി അരച്ചുണ്ടാക്കുന്ന പേസ്റ്റ് തന്നെ. അമോണിയം കലർന്ന ഐസിട്ട് സൂക്ഷിക്കുന്ന സുനാമി കഴിക്കുന്നവർക്കുണ്ടാകുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുടെ കിഡ്നി, ലിവർ തുടങ്ങിയ ഇന്റേണൽ ഓർഗാൻസ് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയും അതുവഴി അത് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളിലേക്ക് മാറപ്പെടാനും അപ്പോൾ തന്നെ ഗ്യാസ്ട്രിക് അപ്സെറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സുനാമി കോയ എന്ന് വിളിക്കുന്ന മട്ടാഞ്ചേരി സ്വദേശിയായ കൊച്ചുകോയ എന്ന വിതരണക്കാരനെതിരെയാണ് ഇന്ന് കേസെടുത്തത്. സുനാമി കോയയെ പോലെ നിരവധി പേർ കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കൊച്ചിയിലേക്ക് സുനാമി കടത്തുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ വിഷൻ, കൊച്ചി.